മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും ഉണ്ണിക്കൊരു കാര്യം മനസ്സിലാകുന്നു. മേഘന് അപകടം പറ്റിയതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും കണ്ണന് പങ്കുണ്ട്. ഇപ്പം കണ്ണൻ നടക്കാൻ തുടങ്ങിയ കാര്യമൊന്നും ഉണ്ണിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിലും മേഘനുണ്ടായ അപകടത്തിന് പിന്നിൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ്റെ കുരുട്ടുബുദ്ധിയാണ്. പഠിക്കുന്ന കാലം മുതലേ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് തന്നെ അപകടം മണുത്ത കണ്ണേട്ടൻ തന്നെയായിരിക്കും മാർക്കോയെ കൃത്യസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ വാമദേവനും ഉണ്ണിയുടെ ഈ സംശയങ്ങൾ ശരിവെക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സത്യങ്ങൾ കണ്ടുപിടിക്കാൻ ഉണ്ണി പുറപ്പെടുന്ന സമയത്ത് നമ്മുടെ വാമദേവൻ എല്ലാ പിന്തുണയും നൽകുന്നു. കരുണയെപ്പോലെയും അതുപോലെ ദുർഗയെപ്പോലെയും കേട്ട കാര്യങ്ങൾ നിസ്സാരമാക്കി എഴുതിത്തള്ളാൻ നമ്മുടെ വാമദേവന് പറ്റുന്നില്ല. പലതവണ പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ സംശയം അത്ര നിസ്സാരമായിട്ട് എഴുതിത്തള്ളുകയും ചെയ്യുന്നില്ല. വിഷു ദിവസം കെങ്കേമായിട്ട് ആഘോഷിക്കാൻ നമ്മുടെ ദുർഗയും കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ തീരുമാനിക്കുന്നു. മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയ ദിവസമല്ലേ എന്ന് വിചാരിച്ച് കമ്പിത്തിരിയും സദ്യയൊക്കെ ഒരുക്കി കണ്ണനെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് കണ്ണൻ സർപ്രൈസ് ആയിട്ട് കരുണയ്ക്ക് ആ സ്വർണ്ണ നെക്ലേസ് കൊടുക്കുമ്പോഴത്തേക്കും കരുണയെ സംബന്ധിച്ച് വില കൂടിയ പെർഫ്യൂം, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് അതൊക്കെയാണല്ലോ കൂടുതൽ ഇഷ്ടം തരുന്നത്. അപ്പം ഈ ഒരു നെക്ലസ് കിട്ടിയപ്പം സാധാരണ കണ്ണൻ്റെ കയ്യിൽ നിന്നോ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നോ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ അവരാണ് ഈ ഗിഫ്റ്റ് ഉണ്ണിയേട്ടന് മേടിച്ചു കൊടുത്തേ എന്നറിയുമ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന കരുണയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കാരണം കണ്ണൻ തനിക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നതാണല്ലോ. മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു പോയതിന് ശേഷം സ്വത്തും പണവും സ്വർണ്ണമൊക്കെ കിട്ടാൻ തുടങ്ങിയതിൻ്റെ ആദ്യ പടിയും എന്നോണമാണ് പ്രതാപനും മുത്തശ്ശിയും ഉൾപ്പെടെ ഈ ഒരു സന്തോഷ നിമിഷം കാണുന്നത്. മാത്രമല്ല ദുർഗയും ഉണ്ണിയൊക്കെ സന്തോഷിപ്പിക്കാൻ അവർക്ക് ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നെങ്കിലും ദുർഗയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നു. എന്നാൽ വാമദേവനും ഉണ്ണിക്കും അതിൻ്റെ പിന്നിൽ മറ്റൊരു ചതിയുണ്ട്. മാത്രമല്ല മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞ് അതാരുടെ കുഞ്ഞാണെന്നും കണ്ണൻ്റെ അറിവോടെ തന്നെയാണ് ആ കുഞ്ഞുണ്ടായത് എന്നുള്ള സംശയം മനസ്സ് തറപ്പിച്ച് വെച്ചിരിക്കുവായതുകൊണ്ട് തന്നെ കരുണയെ സന്തോഷിപ്പിക്കാൻ സ്വർണം കൊടുത്തെങ്കിലും ഉണ്ണിക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല. ഇന്നത്തെ ദിവസം എന്തായാലും മഹാലക്ഷ്മിയായിട്ട് പിണക്കമൊന്നുമില്ല ഇയാൾക്കെങ്കിൽ ഉറപ്പായിട്ടും അവരെ കാണാനായിട്ട് അനന്തുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് ഉണ്ണിക്ക് തീർച്ചയായിരുന്നു. ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ പിന്നാലെ വട്ടം ചുറ്റി നടക്കുവാണ്. അനന്തുവിൻ്റെ കൂടെ കണ്ണൻ മുന്നേ പറഞ്ഞിരുന്നു അവിടുത്തെ ആഘോഷത്തിനൊന്ന് കൈ നനച്ചതിന് ശേഷം തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കാം. പക്ഷേ ഉണ്ണിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും തനിക്ക് വരാൻ പറ്റില്ലെന്ന്. എങ്കിലും കണ്ണൻ മാക്സിമം അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ചുകൊണ്ട് അവിടുന്ന് മുങ്ങാൻ നോക്കുന്നുണ്ട് കമലേശ്വരം വീട്ടിൽ നിന്ന്. പക്ഷേ മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല എങ്കിലും അവർക്കൊക്കെ സ്വർണവും ഡ്രസ്സും പണവും ഒക്കെ കൊടുത്തതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ദുർഗയും പ്രതാപനും മുത്തശ്ശിയൊക്കെ മതിമറന്ന് സന്തോഷിക്കുന്ന സമയം കണ്ണേട്ടൻ ഈ കള്ളം പറഞ്ഞ് എങ്ങോട്ടേക്കാണ് പോകുന്നേ എന്നുള്ള കാര്യം നമ്മുടെ ഉണ്ണിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഇന്നത്തോടെ തന്നെ കൈയോടെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് രഹസ്യമായിട്ട് മറ്റൊരു കള്ളം പറഞ്ഞ് നമ്മുടെ ഉണ്ണിയും പിന്നാലെ പോകുന്നു. അപ്പം കറക്റ്റ് ഉണ്ണി പ്രതീക്ഷിച്ചതുപോലെ അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിലേക്ക് തന്നെയാണ് കണ്ണൻ ചെന്ന് കയറുന്നത്. വിഷു ദിവസമായി ആ വീടൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല മോഹിനിയമ്മയും എല്ലാവരും ഒത്തുകൂടി വിഷു കെങ്കേമായിട്ട് ആഘോഷിക്കുന്ന സമയം, സദ്യ ഒരുക്കി ഫുഡ് കഴിക്കുന്ന സമയത്ത് അതെല്ലാം നമ്മുടെ ഉണ്ണിയാണെങ്കിൽ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. പക്ഷേ ഉണ്ണി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട കാര്യവും അല്ലെങ്കിൽ ഉണ്ണി അവിടെ വന്ന കാര്യമൊന്നും സത്യം പറഞ്ഞാൽ കണ്ണനോ അനന്തുവോ ലേഖയോ മഹാലക്ഷ്മിയോ ആരും അറിയുന്നില്ല. എന്തിനു പറയുന്നു മോഹിനിയമ്മ പോലും ഉണ്ണി കണ്ടില്ല. എന്നാൽ വിഷു ദിവസമായിട്ട് പ്രത്യേകം നമ്മുടെ മാർക്കോയെയും ലോപ്പസിനെയും വിഷുവിന് ആഘോഷിക്കാനായിട്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് മാർക്കോയും ലോപ്പസും വരുന്ന സമയത്താണ് ഉണ്ണിയുടെ കാറ് അവിടെ കിടക്കുന്നത് കാണുന്നത്. മാത്രമല്ല ഉണ്ണി അവിടെ മറഞ്ഞു നിന്ന് കാണുന്ന കാഴ്ചയൊക്കെ കണ്ട് മാർക്കോയും ഞെട്ടി. അങ്ങനെ ആ നിമിഷം തന്നെ മാർക്കോയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയെ കൈയോടെ പൊക്കി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കണ്ണൻ നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യമൊന്നും ഇപ്പോഴും ഉണ്ണിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. കണ്ണൻ്റെ കുഞ്ഞാണ് മഹിയുടെ വയറ്റിലുള്ളത് എന്നുള്ള കാര്യം അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ടില്ല. അതേസമയം സാഗറും നമ്മുടെ മഞ്ജുവും കൂടെയൊക്കെ അനന്തുവും ലോഹികയുടെയും വീട്ടിലേക്ക് വരുന്ന സമയം മാർക്കോയാണെങ്കിൽ ഉണ്ണിയും കൂട്ടി അകത്തേക്ക് വരുന്നു. അപ്പം ഉണ്ണിയാണെങ്കിൽ ഈ കാഴ്ച കണ്ടു എന്ന് മനസ്സിലാക്കി കണ്ണൻ ആദ്യം ഒന്ന് പേടിക്കുന്നു എങ്കിലും ഉണ്ണിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറേ നാടകമൊക്കെ കളിക്കുന്നു അവരുടെ മുമ്പിൽ വെച്ച്. പക്ഷേ ഉണ്ണിക്ക് അതൊന്നും അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ഉണ്ണി ഒരു കാരണവശാലും ഈ സംശയങ്ങൾ മറ്റാരുടെയും പറയാതിരിക്കാനുള്ള എല്ലാ നടപടിയും നമ്മുടെ മാർക്കോ നോക്കുന്നുണ്ട്.
എന്തു പറഞ്ഞാലും മഹാലക്ഷ്മിയെ കൊല്ലണം എന്നൊരു ആഗ്രഹം ഉണ്ണി വന്ന് കണ്ണനോട് പറഞ്ഞ ആ കാര്യം കണ്ണനാണെങ്കിൽ മാർക്കോയെ അറിയിച്ചിരുന്നു. ആ നിമിഷം തന്നെ ഉണ്ണിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം എന്ന് പ്രതീക്ഷിച്ചിരുന്ന മാർക്കോയുടെ കയ്യിലേക്കാണ് ഉണ്ണി തക്കം പോലെ വന്ന് കയറിയിരിക്കുന്നത്. എന്തായാലും ഇനി മേഘനെ പോലെ ജീവശവമായിട്ടോ അല്ലെങ്കിൽ സത്യങ്ങൾ മറ്റാരുടെയും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കോ ഉണ്ണി എത്തിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.